നേരത്തെ നമ്മൾ പങ്കുവച്ചൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. വോട്ടെടുപ്പ് ദിനത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയുടെ പെരുമാറ്റച്ചട്ട ലംഘനത്തിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. പ്രീപോൾ സർവേ ഫലം പങ്കുവച്ച ആർ ശ്രീലേഖയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തു. ഷെയർ ചെയ്യപ്പെട്ട പോസ്റ്റുകൾ സൈബർ പോലീസ് നീക്കം ചെയ്യുകയാണ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, ആർ ശ്രീലേഖ നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെക്കുറിച്ചും അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുമൊക്കെ കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഴ്ച അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്? മധു, ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുൻപ് പ്രീപോൾ സർവേ നടത്താൻ പാടില്ല എന്നുള്ള അത് പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘനമാണെന്നുള്ള കൃത്യമായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമെല്ലാം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ ബി.ജെ.പിയുടെ നഗരസഭയിലെ മേയർ സ്ഥാനാർത്ഥിയായ ശാസ്ത്രമംഗലം വാർഡിൽ മത്സരിക്കുന്ന ആർ ശ്രീലേഖ IPS ഫേസ്ബുക്കിൽ അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇടുകയായിരുന്നു. അത് C4 സർവേ പ്രീപോൾ പ്രവചനം എന്ന പേരിലുള്ള NDAക്ക് അനുകൂലമായ ഒരു സർവേ ഫലമാണ്. ഇത് ബി.ജെ.പി ഗ്രൂപ്പുകളിൽ തന്നെ വ്യാപകമായി ഇന്ന് രാവിലെ തന്നെ ഷെയർ ചെയ്യപ്പെട്ടതാണ്. ഈ പോസ്റ്റാണ്, ഈ സ്ക്രീൻഷോട്ടാണ്, ഈ പോസ്റ്ററാണ് ആ ശ്രീലേഖ പങ്കുവച്ചത്. അതിൽ ജനഹിതം ഇങ്ങനെ ആകട്ടെ എന്നുള്ള പേരിലാണ് പോസ്റ്റ് ചെയ്തത്. പിന്നീട് ഈ പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു. ഈ പ്രീപോൾ സർവേ പോസ്റ്റ് ഇത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ശ്രീലേഖ ഇത് ഫേസ്ബുക്ക് പേജിൽ നിന്ന് അതിനോടകം തന്നെ അവർ നീക്കം ചെയ്തു എന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. പക്ഷേ വ്യാപകമായി ഈ പോസ്റ്റ് ഷെയർ ചെയ്യപ്പെട്ടു എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തി. ഇതേ തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇപ്പോൾ ഈ പോസ്റ്റുകളെല്ലാം നീക്കം ചെയ്യുകയാണ്. ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണ്, ഇത് ചട്ടലംഘനമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇത് നീക്കാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയത്. ഏതായാലും ആ ശ്രീലേഖയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിലുണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ പ്രീപോൾ സർവേ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ, അത് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ വ്യാപകമായ പ്രതികരണങ്ങൾ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന്, പ്രത്യേകിച്ച് CPM-ഉം കോൺഗ്രസും വ്യാപകമായി തന്നെ ഉയർത്തുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ ഒരു ചട്ടലംഘനം ഉണ്ടായിരിക്കുകയാണ്. ആർ ശ്രീലേഖ പോസ്റ്റ് പ്രീപോൾ സർവേ ഫലമാണ് പങ്കുവച്ചത്. പോസ്റ്റ് ശ്രീലേഖ പിൻവലിച്ചിട്ടുണ്ട്.